ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. എരിയുന്ന കൗമാരവും കൊഴിയുന്ന യൗവനവും. പേര് കേൾക്കുമ്പോൾ ഇതൊരു നോവലാണെന്ന് വിചാരിക്കരുത്. ആധുനിക കേരളീയ സമൂഹം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയും മാതാപിതാക്കൾക്കുണ്ടാവുന്ന തീരാ നോവും സമ്മാനിക്കുന്ന പുകച്ചുടിയുടെയും മറ്റു രാസലഹരികളുടെയും ആകർഷണ വലയിൽ നമ്മുടെ കുട്ടികൾ പെട്ടുപോകുന്നത് എന്തുകൊണ്ട്? ലഹരിയുടെയും മാസ്മരിക ചതിക്കുഴികളെ കുറിച്ച് വാതോരാതെ പ്രസംഗിക്കാൻ മാത്രമേ അറിയൂ എന്ന ഭരണകർത്താക്കളുടെയും നിയമപാലകരുടെയും മനോഭാവം മാറാത്തത് എന്തുകൊണ്ട്? 100-180 ഗ്രാമും കുഞ്ഞു പൊതികളിലും മടിക്കുത്തിലും ഒളിപ്പിച്ചു കൊണ്ടുവരുന്ന ലഹരി കടത്തുകാരായ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ചിലപ്പോൾ ദമ്പതിമാരെന്ന് നടിച്ച് ജീവിക്കുന്നവരെയും പിടിക്കുന്നതായി പ്രതിദിനം വാർത്തകൾ വരുന്നതല്ലാതെ അതിന്റെ യഥാർത്ഥ ഉറവിടമോ പിന്നിലുള്ള വമ്പൻ സ്രാവുകളോ നിയമത്തിന്റെ മുന്നിൽ എത്തുന്നില്ല. അതെന്തുകൊണ്ടാണ്? നല്ല നാളെ സ്വപ്നം കാണുന്ന ഒരു തലമുറയും അവരുടെ മാതാപിതാക്കളും ഈ തെമ്മാടി കൂട്ടങ്ങൾക്കിടയിൽ പേടികൊണ്ട് നിശബ്ദ ജീവിതം നയിച്ചുകൊണ്ട് പോകുകയാണെന്നും ക്രമസമാധാന പാലകർ മനസ്സിലാക്കണം. ഈ ലഹരി മാഫിയകൾക്കെതിരെ പടപുരുതാൻ അറിയാഞ്ഞിട്ടല്ല അവരൊന്നും മിണ്ടാതിരിക്കുന്നത്. ലഹരിക്കടിമകളായി ജീവിതം ഹോമിക്കുന്ന, കണ്ടാൽ സുന്ദരന്മാരെന്നും സുന്ദരികളെന്നും കരുതുന്ന ഈ പുഴുക്കുത്തുകൾ വലിയ താമസമില്ലാതെ ചത്തൊടുങ്ങുകയോ ആരാന്റെ കൈത്തരിപ്പിലൂടെ ചത്തൊടുങ്ങിക്കൊള്ളും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പക്ഷെ അവിടെ ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ പകലന്തിയോളം കൂലിപ്പണിയും മറ്റുമെടുത്ത് ജീവിക്കുന്ന, ലഹരിക്കടിമയായി ജീവിതം ഹോമിക്കുന്നവരുടെ നീർനീർ ജീവിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെന്നുള്ള കാര്യം വിസ്മരിക്കാൻ പാടില്ല. സമൂഹത്തിലെ എല്ലാ വ്യവസ്ഥകൾക്കും മുന്നിലും നിസ്സഹായരാണവർ. അവരും ഈ ലഹരി മാഫിയകൾക്കെതിരെ പ്രതികരിക്കില്ല. തന്റെ മകനോ മകളോ മറ്റു വേണ്ടപ്പെട്ടവരോ ഈ ലഹരി കൂട്ടായ്മകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവനും അപകടത്തിലാകുമെന്ന ഉൾഭയം അവരെ ഈ പ്രതികരണങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നു. സമൂഹത്തിന്റെ ആകെയുള്ള ഈ തീരാത്ത ഭയം ലഹരി മാഫിയകൾക്ക് തഴച്ചു വളരാനുള്ള ഊർജം പകരുന്നതാണ്. സമൂഹത്തിലെ ഉന്നത തലങ്ങളിൽ നിന്നുള്ള മൗനാനുവാദവും ലഹരി മാഫിയകൾക്ക് ഊർജവും കരുത്തും പകരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഹൃദയഭാഗത്തുകൂടി, അതായത് ഇന്റർനാഷണൽ എയർപോർട്ടിനും ലോകപ്രശസ്ത വ്യാപാര സമുച്ചയത്തിന്റെയും ഇടയിലുള്ള വഴികളിലൂടെയും ചാക്ക ഹൈവേക്ക് ഇരുവശവുമുള്ള സർവീസ് റോഡ് വഴിയും സമീപങ്ങളിലുള്ള ഇട റോഡുകളിലൂടെയും യാത്ര ചെയ്ത് നോക്കിയാൽ തലസ്ഥാന ജില്ലയുടെ മറ്റൊരു വികൃത മുഖം നമുക്ക് കാണാൻ കഴിയും. പല ഇട റോഡുകളിലും പകലന്തിയോളം പഠിക്കാനോ മറ്റു ജോലികൾക്കോ ഒന്നും പോകാതെ, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യബോധവുമില്ലാതെ വീട്ടുകാർ കടവും ലോണും ഒക്കെ എടുത്ത് വാങ്ങിക്കൊടുക്കുന്നതോ മോഷ്ടിച്ചെടുക്കുന്നതോ ആയിട്ടുള്ള മുന്തിയ ബൈക്കുകളിലും നമ്പർ പ്ലേറ്റും ഊരിമാറ്റി രൂപം മാറ്റം വരുത്തിയ ബൈക്കുകളിലും ലഹരിയുടെ അതിപ്രസരം കാരണം പ്രജ്ഞ നഷ്ടപ്പെട്ട ഈ കൗമാരം കടന്ന് യുവത്വത്തിലോട്ട് കാൽവെച്ചവരുടെ പേക്കൂത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ജനവാസം അധികമില്ലാത്ത ഇത്തരം പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരെയും സമ്മതിക്കണം. അവർക്കാണ് യഥാർത്ഥത്തിൽ ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകേണ്ടത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കേണ്ടത് ഈ പ്രദേശത്തിന്റെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനുകൾക്കുമാണ്. യാതൊരു തരത്തിലുള്ള പട്രോളിങ്ങോ പോലീസ് പിക്കറ്റുകളോ ഈ സ്ഥലങ്ങളിൽ ഒന്നും തന്നെയില്ല. ഹൈവേ വഴിയും ഹൈവേക്ക് ഇരുവശവുമുള്ള സർവീസ് റോഡ് വഴിയും ജീപ്പിൽ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് വാഹനം ഇട റോഡുകൾക്ക് സമീപം നിർത്തുകയോ അവിടെ പുരയിടങ്ങളിൽ പരിശോധന നടത്തുകയോ ലഹരി ഉപയോഗിച്ച് ഉന്മാദത്തിലിരിക്കുന്ന കുഞ്ഞാടുകളോട് സുഖമാണോ എന്ന് ചോദിക്കാറ് പോലുമില്ല. സമൂഹത്തിനാകമാനം നാശം വിതയ്ക്കുന്ന, ഒന്നിനും കൊള്ളാത്ത, കുടുംബത്തിനും സമൂഹത്തിനും ആർക്കും തന്നെ ഉപകാരമില്ലാത്ത ഈ ഉന്മാദ പുഴുക്കുത്തുകളെ ഇത്തരമിടങ്ങളിൽ നിന്നും പിടികൂടി ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ എത്തിച്ച് വേണ്ട ചികിത്സയും കൗൺസിലിംഗും നൽകി നിയമ നടപടികൾക്ക് വിധേയരാക്കി വേണം പുനരധിവസിപ്പിക്കാൻ. ലഹരിക്കടിമപ്പെട്ടവരെ കാണുമ്പോൾ അവരെയും നമ്മളെപ്പോലെ പ്രസവിച്ച് വളർത്തിയവരാണെന്ന ബോധം ക്രമസമാധാന പാലകർക്കുണ്ടാകണം. പോലീസിനോട് ഒരു ചോദ്യം: നിങ്ങൾ എന്തേ ഹൈവേക്ക് ഇരുവശവുമുള്ള സർവീസ് റോഡുകളിലും ലഹരി ഉപയോഗിക്കുന്നവർ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ തമ്പടിക്കുന്ന ഇടങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കാത്തത്? ഇവരൊക്കെ എത്തുമെന്നും നിങ്ങൾ കണ്ണടച്ചു കളയണമെന്നും ഒന്നും കണ്ടില്ലാന്ന് നടിക്കണമെന്നും കർശന നിർദ്ദേശമോ പാരിതോഷികമോ ഉണ്ടോ? തന്റേടവും ആർജവും എന്തും നേരിടാൻ ചങ്കുറപ്പുള്ള കേരള പോലീസിലെ യുവാക്കളെ ഇത്തരം പോലീസ് സ്റ്റേഷനുകളിൽ വിന്യസിപ്പിക്കണം. അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകണം. അവർ ഈ മാഫിയകളെ തച്ചുടയ്ക്കുകയും ഇത്തരക്കാർക്ക് ഓശാന പാടുന്നവരുടെ പാട്ട് നിർത്തുകയും ചെയ്യും. വളരെ ചെറുപ്പത്തിലെ എരിഞ്ഞടങ്ങുന്ന യുവതയല്ല നമുക്ക് ആവശ്യം. കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരമാകുന്ന യുവതയാണ് നമുക്ക് വേണ്ടത്. രാസലഹരികൾ ഉപയോഗിക്കുന്നവർ അറിയുന്നില്ല എല്ലാം കാണുന്ന ദൈവം അവർക്ക് മുന്നിൽ ആയുസിന്റെ കണക്ക് പുസ്തകം അടച്ചുവെച്ചുവെന്നത്. നിരന്തരമായുള്ള രാസലഹരിയുടെ ഉപയോഗം കാരണം മരണം വർഷങ്ങൾക്കുള്ളിൽ ഈ ചെറുപ്രായത്തിൽ തന്നെ തേടിയെത്തുമെന്ന് അവർ അറിയുന്നില്ല. ഇല്ലെങ്കിൽ അവർക്ക് ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അസാമാന്യ ധൈര്യവും തങ്ങൾ എല്ലാത്തിനും മീതെയുള്ളവരാണെന്ന ചിന്തയും മറ്റും സാധാരണക്കാർ തങ്ങളെ ആരാധനയോടും ഭയഭക്തി ബഹുമാനത്തോടെയുമാണ് കാണുന്നതെന്ന മിഥ്യാചിന്തയും ഇവരിൽ ഉടലെടുക്കുന്നതോടെ ഇവരുടെ ജീവിതത്തിനും പരിസമാപ്തി കുറിക്കുന്നതിന് തുടക്കവുമാകും.